ഞാൻ മെറീന ജോബി. അഗൈൻ വെൽക്കം ബാക്ക് ടു സോർ ആൻഡ് സ്പൈസി. സോർ ആൻഡ് സ്പൈസിയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് കിഡിലനായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ എന്തിനാണ് നമ്മൾ എപ്പോഴും റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിക്കുന്നത്? നമുക്ക് വീട്ടിൽ നല്ല ഈസി ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. നമുക്ക് ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫ്രൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയിട്ട് ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്തൊക്കെ സെർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ചില്ലി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആകെ ഇത്രയും സാധനങ്ങൾ ആവശ്യമുള്ളൂ. നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 500 ഗ്രാം ചിക്കൻ ഞാനിവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസസ് ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലില്ലാതെ എടുക്കാം. ഇത് ചെറിയ എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. പിന്നെ 2 സവോള ഞാൻ ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 12 വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞതുണ്ട്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്. പിന്നെ മാരിനേഷന് വേണ്ടി സോയാ സോസ് 2 ടീസ്പൂൺ വേണം. പിന്നെ നമുക്ക് കറി ആക്കുമ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് 2 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് 4 ടേബിൾ സ്പൂൺ വരെ യൂസ് ചെയ്യാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച്. പിന്നെ കോൺഫ്ലോർ 1.5 ടേബിൾ സ്പൂൺ, മൈദ 3/4 കപ്പ്, ഒരു മുട്ട, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വറക്കാൻ ആവശ്യമായ ഓയിൽ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ചിക്കൻ റെഡിയാക്കി എടുക്കാം. നമുക്കിനി അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചില്ലി ചിക്കൻ റെഡിയാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ആ ബൗളിലോട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് സോയാ സോസ് ആണ്. കൂടെ തന്നെ ഞാൻ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. സോയാ സോസിന് ഓൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പിടാൻ വേണ്ടിയിട്ട്. ഇനി മാരിനേഷന് വേണ്ടി നമുക്ക് ചേർക്കാനുള്ളത് കോഴിമുട്ടയും കൂടെയാണ്. ആ മുട്ടയും കൂടി ഞാൻ ഇതിനകത്തോട്ട് പൊട്ടിച്ചു വയ്ക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്കോ ഒരു സ്പൂണോ ഉപയോഗിച്ച് നിങ്ങൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് എടുക്കണം. ഭയങ്കര ലൂസായി പോകരുത്. ഭയങ്കര ലൂസായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബാറ്റർ നമ്മുടെ ചിക്കനുമ്പോൾ ഒട്ടും പിടിക്കില്ല. അപ്പം അത്യാവശ്യം നല്ല തിക്നെസ്സിൽ തന്നെ എടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കുറച്ച് ചേർത്ത് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അധികം തിക്കാവരുത്, അധികം ലൂസ് ആവരുത്. നന്നായിട്ട് ബാറ്റർ നമ്മുടെ ചിക്കനുമ്പോൾ പിടിക്കാവുന്ന രീതിയിൽ നമ്മൾ ബാറ്റർ റെഡിയാക്കണം. അപ്പം നമുക്ക് ഇതിനകത്തോടെ ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ എല്ലാം ചിക്കനുമ്പോൾ നന്നായിട്ട് പിടിക്കുന്ന പോലെ തന്നെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ല, ബാറ്ററൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. ഒട്ടും വെള്ളം പോലെ ഒഴുകി ഒന്നും കിടക്കണില്ല. നല്ല കട്ടിയായിട്ട് തന്നെ ചിക്കനുമ്പോൾ ഒട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. അല്ലെങ്കിൽ സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴത്തെ റെഡിയാക്കും. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1-2 മണിക്കൂർ എടുത്ത് വെക്കാം. പിന്നെ നിങ്ങൾക്ക് പിറ്റേ ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ തലേ ദിവസം തന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാനിത് എടുത്ത് വെക്കാൻ പോവാണ്. ഒരു 20 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാൻ പോവാണ്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇനി നമുക്ക് അടുത്ത കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിക്കൻ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് വറുക്കാൻ ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം.
അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഓരോന്നും സെപ്പറേറ്റ് ഇടാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സെപ്പറേറ്റ് അല്ല ഒന്ന് ഒട്ടിപ്പോയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. അവസാനം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു സെറ്റ് കംപ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് നമുക്ക് അടുത്ത സെറ്റിൽ വറുത്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇന്ന് നല്ല ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. കുറേ കൊട്ടി പോയിട്ടുണ്ട്. നമുക്ക് എല്ലാം ലാസ്റ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ സൈഡും നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ നമുക്കിനി ആ സൈഡും കൂടി വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനതൊരു വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സെറ്റ് വറക്കാനിട്ട ചിക്കൻ മൊത്തം ഞാൻ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റും കൂടെ വറക്കാനിടാം. അത് ഞാൻ മൊത്തം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റും ചിക്കനും ഞാൻ എല്ലാം ഇട്ട് കൊടുത്തു. അത് നമുക്ക് മറ്റേപോലെ തന്നെ വറുത്തെടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ രണ്ടാമത്തെ സെറ്റ് ചിക്കനും കംപ്ലീറ്റ് വറുത്ത് നല്ല ക്രിസ്പി ആയിട്ട് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത് വേറൊരു പാനിലാണ്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാകുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് അപ്പം തന്നെ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെയ്യേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി ജസ്റ്റ് ഇതൊന്ന് വഴറ്റി കൊടുത്താൽ മതി. അതിൻ്റെ ക്രഞ്ചിനെസ് എന്തായാലും പോവരുത്. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം നമുക്ക് അധികം വെന്ത് പോകരുത്. അതിൻ്റെ ക്രഞ്ചിനെസ് നമുക്ക് വേണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് സോസും കാര്യങ്ങളൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ക്യാപ്സിക്കം കുറച്ചും കൂടി വേവും. അപ്പോൾ നമുക്ക് അധികം വെന്ത് വരണ്ട. ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ബാലൻസ് കാര്യങ്ങൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇതിനകത്തോട്ട് അല്പം ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം കളർ ലാസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1 ഗ്ലാസ് വെള്ളത്തിൽ കലക്കിയതാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. ആ തിള വന്നു കഴിയുമ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് വരും. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവി കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഗ്രേവി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ ആ കോൺഫ്ലോറിൻ്റെ ഒക്കെ ആ ഒരു പച്ചച്ചൊവയൊക്കെ പെട്ടെന്ന് പോവുള്ളൂ. അപ്പോൾ ഒന്ന് തിള വരട്ടെ.
അപ്പോൾ നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നപ്പോൾ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ കൺസിസ്റ്റൻസി കാണുന്നില്ലേ, നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഗ്രേവിയിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യേണ്ട പരിപാടി മാത്രമേ ഉള്ളൂ. അത്യാവശ്യം നല്ല കളർ വന്നിട്ടുണ്ട്. ഫുഡ് കളർ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ നല്ല കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് സോസിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടി വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എന്താ, സ്പ്രിംഗ് ഓണിയൻ വേണമെങ്കിൽ കുറച്ച് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ചില്ലി ചിക്കൻ. നമുക്ക് വീട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.